അന്ന് അത്രയും ഒരുപാട് നാൾ കാത്തിരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. കാരണം ഇപ്പം നടക്കും, ഇപ്പം നടക്കും, ഇപ്പം നടക്കും. സ്ലിപ്പായി, കാല് മുറിഞ്ഞ് അവിടെ കിടന്ന് നെല്ല വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചോര കാണുന്നത് തീരെ ഇഷ്ടമുള്ള. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെയാണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഏട്ടൻ്റെയും എൻ്റെയും 6 വർഷം പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലവ് സ്റ്റോറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അത് കയറി കാണുക. അതിൽ എൻ്റെ ഏകദേശം ലവ് സ്റ്റോറി ഞാൻ പറയുന്നുണ്ട്. ലവ് സ്റ്റോറി അത് ശകലമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറി കാണുക. മൊത്തത്തിൽ ഞാൻ ഏട്ടനുമായിട്ട് പരിചയമായിട്ട് 16 വർഷമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടാൽ അത് മനസ്സിലാവും കേട്ടോ. രാവിലെ എണീറ്റ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഇന്ന് എനിക്ക് വർക്കിന് പോകണം, മോനിട്ടറിന് സ്കൂളിൽ വിടണം, അമ്പലത്തിൽ പോകണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് 5 മണിക്ക് തന്നെ എണീറ്റത്. കുറച്ച് ജോലികൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി അമ്മ ചെയ്തോളും. മറ്റേത് എല്ലാം അമ്മയുടെ തലയിലാണെന്നുണ്ടെങ്കിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. കാരണം മോനിട്ടനെയൊക്കെ റെഡിയാക്കി വരണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം പോവും. അപ്പോൾ എനിക്കിന്ന് അവനെ റെഡിയാക്കാനൊന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് അരിഞ്ഞ് വറക്കിയൊക്കെ കൊടുത്ത് അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കൂമ്പ് അമ്മ തലേ ദിവസം എവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ അരിഞ്ഞ് വെക്കുന്നതേ ഉള്ളൂ, തോരൻ ഇപ്പോഴേ വെക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 5-5:15 ആ ഒരു സമയമാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കറി വെക്കുകയാണെങ്കിൽ തന്നെ അതിരുന്ന് ചളിച്ചു പോകും. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചളിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് തോരൻ വയ്ക്കുന്നില്ല, അരിഞ്ഞ് വെക്കുന്നതേ ഉള്ളൂ. ഇത് വലിയ കൂമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇളക്കി കളഞ്ഞപ്പോൾ ഞാൻ സംശയിച്ചാണ് ഇളക്കി കളഞ്ഞത്. കാരണം ഇത് ഫുള്ള് ഏതൊരു എത്ര ഇളക്കി കളയണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മറ്റേതാണെങ്കിൽ നമ്മൾ ചെറിയ കൂമ്പാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇതൊക്കെ ഇളക്കി കളയുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു വെള്ള ഇത് കാണും. ഞാൻ കുറേ ഇളക്കി കഴിഞ്ഞിട്ടും ആ ഒരു വെള്ള ഇത് കാണുന്നില്ല. ഒരു ചന്ദന കളറുണ്ടല്ലോ, അത് കാണുന്നില്ല. ചന്ദന കളറല്ല, ഒരു മഞ്ഞേ അങ്ങനെ എന്തോ ഒരു കളർ, അത് കാണുന്നില്ല. അങ്ങനെ എനിക്ക് സംശയിച്ചാണ് ഇത് ഫുള്ള് ഞാൻ ഇളക്കിയാൽ ഇതിനകത്തൊന്നും കാണൂലേ എന്നുള്ളൊരു സംശയമായിരുന്നു. പിന്നെ കുറച്ച് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക വിഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നേ, മലക്കറിക്കൊക്കെ എന്തോരം വിലയാണെന്നറിയാമോ? 100 രൂപ വെട്ട് കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 150 രൂപ വെട്ടായി. ഭയങ്കര വിലയാണ്. മലക്കറിക്കൊന്നും അടുക്കാൻ പറ്റാത്ത വിലയാണ്. അതുപോലെ തന്നെ മീനിപ്പോൾ ട്രോളിങ്ങും കൂടെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര വിലയാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ, പണ്ടല്ല, ഒരുപാട് പണ്ടൊന്നുമല്ല, ഈ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ഓട്ടിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കണ്ടീഷൻ വളരെ മോശം. ഒന്നും ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉള്ളി, സവാള, എനിക്ക് തോന്നുന്നു പാലിന് മാത്രം വലിയ രീതിയിൽ വില കൂടിയിട്ടില്ല. 27-28 ആ റേഞ്ചിൽ തന്നെയാണ്. ബാക്കി ഏകദേശം ഉള്ള സാധനങ്ങളൊക്കെ അത്രയും ഭയങ്കര വിലയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തോരത്തിന് അരിയാണ്. തോരത്തിന് ഞാൻ അരിഞ്ഞ് അതിൻ്റെ ആ ഒരു നാര് കണക്കുള്ള സംഭവം എണ്ണ വെച്ച് നമ്മൾ എടുക്കുമല്ലോ, നാരല്ല, ഒരു വല കണക്കുള്ള സംഭവം, അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോനൂട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചു. ചോറ് ഊറ്റാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ വെണ്ടയ്ക്ക വിഴുക്കിനരിയാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ എന്തായാലും ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരെ അമ്പലത്തിലൊക്കെ പോയിട്ട് വർക്കിന് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ പിടച്ചടിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 4:30 മണിക്ക് എണീക്കണമെന്നാണ് വിചാരിച്ചത്. കാരണം എനിക്ക് ക്യാമറയുടെ മുമ്പ് സംസാരിച്ച് അതിടണമെന്നാണ് ആഗ്രഹം. അല്ലാതെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും, എഡിറ്റ് ചെയ്ത് പിന്നീട് വോയിസ് കയറ്റുന്നതിനേക്കാളും എനിക്ക് അപ്പോഴും കുറച്ചൊരു നേരത്തെ വോയിസ് എങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ 5 മണിയായി. അപ്പോഴത്തേക്ക് അമ്പലത്തിൽ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴവിടെ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ റെക്കോർഡ് കേൾക്കും. അപ്പോൾ അത് കോപ്പിറൈറ്റോ ആ ഒരു മ്യൂസിക്കിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ഇന്ന് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്നിരുന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ജസ്റ്റ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു. ഇതിപ്പോൾ വേറെയും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അമ്പലത്തിൽ പോയാൽ തന്നെ എനിക്ക് സംശയമാണ്, അമ്പലത്തിലൊന്നും പോയിട്ടില്ല എന്നൊന്നും. കാരണം എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അന്ന് എങ്ങും പോകാൻ പറ്റാതായിപ്പോയത്. ഏട്ടൻ മെയ്യിലെങ്ങാണ്ടാണ് കയറി പോകുന്നത്, ജൂൺ 25. അപ്പോഴൊക്കെ ഞാൻ ഏട്ടൻ പോയതിൻ്റെ വിഷമത്തിലും ഭയങ്കരമായിട്ട് പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹിക്കണേത് അങ്ങേയറ്റം പ്രശ്നത്തിലും സങ്കടത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു മനസ്സിന് ഹാപ്പി ഒന്നും ഇല്ലായിരുന്നു. ഏട്ടൻ പോയി ഒരു 2-3 ആഴ്ച ഞാൻ കരഞ്ഞുകൊണ്ട് നടപ്പായിരുന്നു കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ പിന്നെ മാറി നിന്നിട്ടില്ല അങ്ങനെ.
അത് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒറ്റയ്ക്ക് ഞാൻ ഫേസ് ചെയ്യുന്നത് അതെല്ലാം ഭയങ്കര സങ്കടവും വിഷമമായിരുന്നു. അപ്പോൾ കുറേ ദിവസം എനിക്ക് അന്ന് അനിയത്തിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അനിയത്തിയായിരുന്നു, അവളായിരുന്നു എനിക്ക് ഫുൾ സപ്പോർട്ട്. പൊന്നുമായിരുന്നു എനിക്ക് ഫുൾ സപ്പോർട്ടിനുണ്ടായിരുന്നത്. ഞാൻ മെൻ്റലി ഒന്ന് വീക്കാകുമ്പോൾ തന്നെ അവളെന്നെ പിടിച്ചെണീപ്പിക്കാൻ നോക്കുമായിരുന്നു. ചേച്ചി ഇല്ല ചേച്ചി ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എനിക്കങ്ങനെ ഒരു സന്തോഷമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. അതിൻ്റെ അങ്ങേ വർഷം ആനിവേഴ്സറിക്ക് ഞാനും ഏട്ടനും അമ്മയും കുഞ്ഞും കൂടി തിരുവനന്തപുരം ഫുള്ളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മ്യൂസിയം, പൊന്മുടി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ 6 വർഷത്തിൽ ഏറ്റവും മോശമായിട്ട് ഞാൻ ആഘോഷിച്ച ആനിവേഴ്സറി കഴിഞ്ഞ വർഷമായിരുന്നിരിക്കണം. ഈ വർഷം ഇപ്പം അമ്പലത്തിൽ പോകണം, അത്രയൊക്കെ തന്നെ. പറ്റുമെങ്കിൽ എന്തെങ്കിലും മധുരം, കാരണം അച്ഛൻ വീട്ടിലുണ്ട്, എൻ്റെ അച്ഛൻ വീട്ടിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെയും ബർത്ത്ഡേ ഇന്നാണ്. അപ്പോൾ രണ്ടും ഒരേ ദിവസമല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും മധുരം വയ്ക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വെണ്ടയ്ക്ക വിഴുക്കരിയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ കണ്ടിട്ട് വെണ്ടയ്ക്ക വാങ്ങിച്ചത്. അതിൽ എനിക്ക് തോന്നുന്നു കുറേ കേടുള്ള വെണ്ടയ്ക്കകളായിരുന്നു കൂടുതൽ. മലക്കറിക്ക് ഇത്രയും വില ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ കേടുള്ള പച്ചക്കറികൾ കിട്ടുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറി വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചിലപ്പോൾ 1-2 കത്തിരിക്ക ഇട്ട് തരും. ആ കത്തിരിക്ക നമുക്ക് പുറമേ നോക്കുമ്പോൾ അതിനൊന്നും പ്രശ്നം കാണത്തില്ല, പക്ഷെ ഒരു കുത്ത് കാണും. ആ കുത്തിനകത്ത് നിറയെ പുഴുവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനം, നമ്മളിപ്പോൾ ഉള്ളി വാങ്ങിച്ചാൽ അതിനകത്ത് കുറേ അഴുകിയതായിരിക്കും. സവാള വാങ്ങിച്ചാൽ ഒരു 2-3 ദിവസം നല്ല ഇതായിട്ട് കിടക്കും. പിന്നെ ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാം കുറച്ച് വാങ്ങിക്കും. വേസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, വേസ്റ്റായി പോണത് എങ്ങനെ കുറയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. തലേദിവസം പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന് വിചാരിച്ചു. കാരണം വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് ഈ പാത്രങ്ങൾ കഴുകൊക്കെ ഒന്നും നടക്കത്തില്ല. പക്ഷേ തലേദിവസം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, രാവിലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന്. പക്ഷേ പാത്രങ്ങൾ തലേദിവസം കഴുകി വെച്ചിരുന്നെങ്കിൽ കുറച്ചൊരു ആശ്വാസം ആയേനെ. ഇത്തിരിപ്പുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞത്, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് പറക്കി തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ട് ഇരിക്കുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ ഇത് കാണത്തില്ല. പിന്നെ അതങ്ങ് പാചകം ചെയ്യണം, അത്ര ഇത് കാണത്തുള്ളൂ. മറ്റത് തേങ്ങ തിരുവണം, അരിയണം, എടുക്കണം, അതിനിടയിൽ 7-7:30 മണിയാകുമ്പോൾ മോനൂട്ടനെ വിളിക്കണം, അവനെ റെഡിയാക്കണം. അപ്പോൾ അത്രയും കൂടെ ആകുമ്പോഴത്തേക്കും കിളികൾ പറയും. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാറില്ല. ഇന്ന് റിംഗ് ലൈറ്റ് യൂസ് ചെയ്ത് അതാണ് ഇത്രയും വെട്ടം അടിക്കുന്നത് കേട്ടോ. എൻ്റെ റിംഗ് ലൈറ്റ് നല്ല 8ൻ്റെ പണിയായിട്ട് ഇരിക്കുകയാണ്. രണ്ട് പാർട്സാണ്. അതായത് ഞാൻ 2 പാർട്സ് ആക്കിയതൊന്നുമല്ല, ഏട്ടൻ കൊണ്ടുവന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, നല്ല സ്റ്റാൻഡായിരുന്നു. അത് ദുബായിൽ നിന്ന് ഏട്ടൻ ഇടയ്ക്ക് വെച്ച് വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് എനിക്കൊരു സ്റ്റാൻഡ് മാത്രമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ റിംഗ് ലൈറ്റ് ഞാൻ അവസാനം ഇവിടെ ഞങ്ങളൊരു ഫ്രണ്ട് മലപ്പുറത്ത് പോയപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് വന്നു, റിംഗ് ലൈറ്റ് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ അതിൻ്റെ റിംഗ് ലൈറ്റ് നമുക്ക് ഈ സ്റ്റാൻഡിൽ ഉറപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കട്ട സീനായിട്ടാണ് റിംഗ് ലൈറ്റ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ ചിരിച്ചിരിച്ച് ചാവും. എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഞാൻ കെട്ടിയൊക്കെ വെച്ചാണ് അവസാനം ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത്രയും ഗതികെട്ട യൂട്യൂബർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളൊന്ന് ചവിട്ടി നിന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം നമുക്ക് ഒരുപാട് പൈസയൊക്കെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ഒരുപാട് പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് മറിച്ചൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് വലിയൊരു ചിലപ്പം ഇത്രയും നാളെടുത്തു. ഇതിപ്പോൾ ക്ലിക്കാവുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാ സാധനവും വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അടിയായി പോയേനെ. പക്ഷേ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും, എനിക്ക് സത്യം പറഞ്ഞ ഒരു ലാപ്ടോപ്പ്, എല്ലാവരും പറയും ലാപ്ടോപ്പ് മെമ്മറി കാർഡൊക്കെ എടുക്കുക എന്നൊക്കെ പറയും. മെമ്മറി കാർഡല്ല, പെൻ ഡ്രൈവ്, സോറി. അപ്പോഴത്തേക്കും ഞാൻ നോ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിയാണ്. കാരണം തൽക്കാലം ഇങ്ങനെ എന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എൻ്റെ ഒരു ഇതാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിമം നമ്മൾ ആ നിൽക്കുന്ന ലെവലിൽ ഒരു പടി കയറിയതിന് ശേഷം മാത്രം ഈ എക്യുപ്മെൻറ്റ്സുകളൊക്കെ വാങ്ങിച്ചിടുക എന്നുള്ളത് അതാണ് കറക്റ്റ് വേണ്ടത്. നമ്മൾക്കൊരു വിജയം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ചെയ്യാൻ നിൽക്കുക. അതിനിടയ്ക്ക് അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറയുകയും ചെയ്തു, നിനക്ക് വർക്കൊക്കെ ഉള്ള ദിവസമല്ലേ, നിനക്ക് പൊയ്ക്കൂടായിരുന്നു, അമ്പലത്തിൽ പോകണം, പൊയ്ക്കൂടായിരുന്നു, ഞാൻ ഇത് ചെയ്യൂലായിരുന്നാന്ന്. പക്ഷേ എൻ്റെ ഒരു ടെൻഷൻ കാരണമാണ് ഞാൻ ചെയ്തത് കേട്ടോ. എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ചെയ്തത്. അങ്ങനെ അമ്മ എണീറ്റ് വന്നു. കാപ്പിക്കുള്ള പരിപാടി നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയും ആയിരിക്കും കേട്ടോ. സാമ്പാറിനുള്ള ഐറ്റംസുകളൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് മിക്കവാറും ചമ്മന്തി ആയിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ടാറ്റ ബെബെ ഷിയു പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് മാറി നേരെ മോനോട്ടൻ്റെ റൂമിൽ പോയപ്പോഴത്തേക്കും മോനോട്ട നല്ല ഉറക്കം, ഉറക്കം. സത്യം പറയാനല്ല, എനിക്ക് രാവിലെ എണീക്കുന്നത് ഭയങ്കര മടിയാണ്. ഇവനെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ റൂമിലോട്ട് വന്നു. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്.
അപ്പോൾ അമ്മ ഒരു ടോപ്പ് തച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലമാരയ്ക്കകത്തിരിക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. കാരണം ഇന്നത്തെ ദിവസം അത് കണ്ണിൽ തന്നെ പെട്ടു. എല്ലാ ദിവസവും കാണാറുണ്ട്, പക്ഷേ ഇന്നത്തെ ദിവസം അതെനിക്ക് കയ്യിലെടുക്കണമെന്ന് തോന്നി കേട്ടോ. ഇതെൻ്റെ കല്യാണ സാരിയായിരുന്നു. കല്യാണ സാരിയുടേതാണെങ്കിൽ പറയാനാണെങ്കിൽ ഒരു 2500-3000 രൂപ അത്രയും വരത്തുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും 40,000 രൂപ 50,000 രൂപയൊക്കെ സാരി എടുക്കണമെന്ന് കാണുമ്പോഴത്തേക്കും ഞാനിന്ന് ചിന്തിക്കും, ഇച്ചിരി എൻ്റെ കല്യാണ സാരിക്ക് വെറും ഈ ഒരു എമൗണ്ടിലേ ആയിട്ടുള്ളൂ എന്ന്. പക്ഷേ എനിക്കതിലൊരു സങ്കടവും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസവും കൊടുക്കുന്നത്, സത്യം പറഞ്ഞാൽ ഇത് കൂടിപ്പോയി 2-3 ദിവസം കൊടുത്തിട്ടുണ്ട് പല ഫംഗ്ഷനിലായിട്ട്. കല്യാണം കൂടെ ചേർത്ത് 3 ദിവസം അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും തോന്നിയിട്ടില്ല. അയ്യോ ഞാൻ 3000 രൂപയ്ക്കുള്ള സാരി എടുത്തോളൂ എന്നുള്ളൊരു കുറ്റബോധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. നമ്മൾ ഒരു ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയൊരു എമൗണ്ടൊന്നും, പിന്നെ ഓക്കെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഫിനാൻഷ്യലി വലിയ സ്റ്റേബിളൊന്നും അല്ല കേട്ടോ. അങ്ങനെ എടുത്ത സാരിയാണ്. സംഗതി എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നി കേട്ടോ. ആ ഒരു ദിവസം പെട്ടെന്ന് മിന്നി മറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അങ്ങനെ ആരും കിടക്കാറില്ല. ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ ഇപ്പോൾ കിടക്കാറുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ താഴെയാണ്. പിന്നെ നേരമൊക്കെ വെളുത്ത് കുളിച്ച് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, എടി ഞാൻ ഇന്നലെ പൂവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കവറിൽ കെട്ടിയിരുന്ന പൂ ഞാൻ എടുത്തു. അപ്പോൾ മോനോട്ട് എന്നെ ഉറക്കം നേരത്തെ എണീറ്റിട്ട് അമ്മ എവിടെ പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. നീ വരണമെന്ന് വെച്ചു. അപ്പോൾ സാധാരണ അവൻ വരണ പതിവേ ഇല്ല, അവൻ വരാറേ ഇല്ല. അമ്പലത്തിൽ രാവിലെ കുളിച്ചിട്ട് അവൻ വരത്തില്ല, കാരണം കുളിക്കുന്നത് അവന് ഇഷ്ടമല്ല. കുളിക്കേണ്ടായിരുന്നെങ്കിൽ ഓക്കെ. അങ്ങനെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത് നീ തന്നെയാണോ? അപ്പോൾ പറഞ്ഞ് വരണം അമ്മ, ഞാൻ വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പിറം കഴുകാൻ പറഞ്ഞു, തല കുളിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇല്ല, അമ്പലത്തിൽ കയറുമ്പോൾ കുളിച്ചേ പറ്റുള്ളൂ, തല കുളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചൂടുവെള്ളം വെച്ച് ആണ് ഞാൻ കുളിപ്പിച്ചത് കേട്ടോ അവനെ. അങ്ങനെ മോനോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ വന്ന ആളല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല മൂഡിലാണ് വന്നത്. സാധാരണ നല്ല മൂഡിലൊന്നും അല്ല വരണത്, എണീക്കണതും നല്ല മൂഡിലല്ല. പക്ഷേ ഇന്നത്തെ ദിവസം കരയിപ്പിക്കേണ്ടി വന്നില്ല, നല്ല കുട്ടിയായിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങനെ ആൾക്ക് ഈ വെള്ളവും ചെളിക്കെട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഴയൊക്കെ ഇഷ്ടമേ അല്ല. അത് ഏട്ടൻ്റെ അമ്മയ്ക്കും അങ്ങനെയാണ് കേട്ടോ. അമ്മയ്ക്കും വെള്ളം അതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല. ഇത് മോനോട്ടനാണ് ആ വീഡിയോ എടുത്തത്. ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവൻ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അങ്ങനെ അടുത്തുള്ള അമ്പലത്തിൽ മാടനട ക്ഷേത്രത്തിലാണ് പോയത്. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്നു, കാരണം എനിക്ക് വർക്കിന് പോകണം. അങ്ങനെ മോനോട്ടന് കാപ്പി എനിക്ക് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു. അപ്പം ഇവൻ ഭയങ്കര സ്ലോ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വാരി കഴിച്ചിട്ട് ബാക്കി മോനോട്ടനോട് വാരി കഴിക്കാൻ പറഞ്ഞു. അപ്പം അവൻ തന്നെ കാപ്പി കുടിച്ചോളും, കാരണം സ്കൂളിൽ അങ്ങനെ തന്നെ കാപ്പി കുടിക്കുന്നത്. അങ്ങനെ എനിക്ക് ധന്യര് അവിടെ പാർലറിലോട്ട് പോകണം. ഞാൻ ക്ലോക്കിലാണ് കേട്ടോ ഇപ്പോൾ നോക്കിയത്, കാരണം ഇപ്പോൾ സമയം എന്തായാലും ഒരു 7:45 അടുപ്പിച്ചായി. എനിക്ക് 8 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ വർക്ക് എവിടെ വെച്ചാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. വർക്ക് ധന്യരെ പാർലറിൽ വെച്ചാണ്. ധന്യ ഞാനും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, കാരണം ലേറ്റായിപ്പോയി ഒരുപാട്. ഇന്നെന്തോന്ന് വിശേഷം? ഇന്നൊരു വിശേഷമില്ലേ? ഒരു വിശേഷമില്ല. ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി കിട്ടി. മറന്നുമില്ലേ? ഇന്നാണ് ആ സംഭവം. എത്ര പെട്ടെന്നാണല്ലേ 6 വർഷം കടന്നു പോയത്. അത്ര പെട്ടെന്നൊന്നും അല്ല. അയ്യോ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടാണ് ഓടി വന്നത്. കസ്റ്റമർ വെയിറ്റിങ്ങിലായിരിക്കും എന്ന് വിചാരിച്ച്. ഭാഗ്യം അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാർലറിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കാരണം അവൾ പാർലർ കുറച്ചുകൂടി വിപുലീകരിച്ച്. ഞാനും തന്നെ കൂടെ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഫണ്ടിൽ ഇറക്കിയൊരു പാർലറായിരുന്നു. അന്ന് ആ ഒരു എമൗണ്ട് മതി എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. ഇതിനിടയ്ക്ക് ഒരു വട്ടം അവൾ കടയിൽ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു കടയും കൂടെ അറ്റാച്ച് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കി കുറച്ചുകൂടെ സെറ്റപ്പാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത് നടക്കാൻ വേണ്ടിയിട്ട് ചിലരുടെ കയ്യൊപ്പ് വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വരാറുണ്ട്. ഇവർ രണ്ടുപേരും ചേട്ടൻ്റെ ഇവളെ സാന്നിധ്യം നമ്മളെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു മെയിൻ ഘടകമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത്രയും ഒരുപാട് നാൾ കാത്തിരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. കാരണം ഇപ്പം നടക്കും. അപ്പോൾ ഒരു വിധത്തിൽ നടക്കാതെ വന്നപ്പം അത് ചിലപ്പോൾ നിമിത്തമായിരിക്കും, ദൈവത്തിൻ്റെയൊക്കെ ഒരു നിമിത്തമായിരിക്കും. അങ്ങനെ നമ്മൾ കാണാനും പാർലർ ഇടാനും പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം നടന്ന സമയത്ത് നമ്മൾ എന്നെ നീ ഹെൽപ്പ് ചെയ്യാനും ഇതൊക്കെ ഒരു ദൈവനിമിത്തമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഒരുപാട് ആർക്കോ വായുകുളി വായിക്കാൻ പോകും.
ഒരുപാട് 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 താങ്ക് യു. എൻ്റെ എല്ലാ ഘട്ടവും ഇവൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ തകർച്ചയിലും എൻ്റെ ചെറിയ കുട്ടി കുട്ടി വളർച്ചയിലും എല്ലാം ഇവൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ എല്ലാ സ്റ്റേജും, എൻ്റെ ആയാലും ഏടൻ്റെ ആയാലും എല്ലാ സ്റ്റേജും കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് അത് ഇവള് മാത്രമായിരിക്കും. പിന്നെ ദീപയും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും കുറച്ചുകൂടി നേരിട്ട് കണ്ടിട്ടുള്ളത് ഇവളായിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് താങ്ക് യു. എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ കണ്ടി? എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ഒന്നും പറയില്ല. ബാക്ക് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ആള് വല്ല കോമഡി അടിച്ചാണ്. അപ്പൊ സർ താങ്ക് യു, വെൽക്കം. ഞാൻ വർക്ക് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. വർക്ക് എന്ന് പറയുന്നത് ദൈ മോളെ ഒരുക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് സിമ്പിളായിട്ടായിരിക്കുന്നു, ഒരിക്കലും അല്ല ഹെവി ആയിട്ടായിരുന്നു ചെയ്യാനുള്ളത്. അപ്പോൾ ഹെവി ആയിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ രുക്മിണി ദേവിയായിട്ട് ഒരുക്കണം എന്നുള്ളതായിരുന്നു. കാരണം അമ്പലത്തിലെ സപ്താഹം എന്നുള്ള ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മോളെ അണിയിച്ചൊരുക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ ഞറുക്കിട്ടിട്ട് ചീട്ട് കിട്ടുമല്ലോ, അപ്പോൾ മോളുടെ പേര് വീണത് ഈ ഒരു വേഷപ്പകർച്ചയിലോട്ട് മാറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമ്മൾ വെപ്രാളപ്പെട്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ. കാരണം കസ്റ്റമർ വരാൻ കുറച്ച് നേരം വൈകിയെങ്കിലും ഞാൻ അപ്പോഴും ഇത്തിരി സന്തോഷിച്ചു, കസ്റ്റമർ വരാൻ താമസിച്ചല്ലോ എന്ന്. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ഇത് തീർക്കാമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് സാരി കൊടുത്തു. അപ്പോൾ ഈ ഒരു സാരി ഹെയർ സ്റ്റൈൽ, മോൾക്കുള്ള സാരിയും ഡ്രേപ്പിങ്ങും കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ടൈപ്പ് മോഡൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ധന്യ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയാണ് ചെയ്തത്. ധന്യയാണ് ഡ്രേപ്പ് ചെയ്തത്. ഞാൻ ഫേസും ഹെയർ ക്രിമ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഇടുന്നത് കാലിലും കയ്യിലൊക്കെ ഇടുന്നത് മറ്റേ ചുമന്ന കളറുണ്ടല്ലോ, അത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സത്യം പറയാൻ നല്ല രീതിയിൽ വെപ്രാളപ്പെട്ടാണ് ചെയ്തത്. പിന്നെ ഘോഷയാത്രയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് 10 മണിക്ക് അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഘോഷയാത്രയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങി കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഒരു സിമ്പിൾ മേക്കപ്പിലാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹെവി ആയിട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി ടാസ്ക് ആയിരുന്നു. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ലിപ്സ് ഇരിക്കുന്നുണ്ടല്ലോ, ഒട്ടും കളറില്ലാതെ ഇരിക്കുന്നത്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ട് തരാം. അപ്പോൾ എൻ്റെ ഫേസിൽ അവൾ ലിപ്സ്റ്റിക്ക് ഇട്ടതാണ് കേട്ടോ, ഫേസിലല്ല ലിപ്സിൽ. പിന്നെ ഞാൻ വരും വഴിക്ക് ഒരു കടയിൽ കയറി അടപ്പായസത്തിൻ്റെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നത്. കാരണം ഇന്ന് പായസം വയ്ക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് 2 വിശേഷമുള്ള ദിവസമല്ലേ എന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ അങ്ങ് ഇരിക്കും. ആയിക്കോട്ടെ മൂട്ടി പിടിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ചങ്ങൂരിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇവിടെ സാധാരണ അട വാങ്ങാറില്ല, കടലയാണ് വാങ്ങാറ്. ഇപ്പം മാറ്റി പിടിച്ചിരിക്കുകയാണ്. അസുഖം കഴിക്കുമെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിച്ചത്. കാരണം നാളൊരു ദിവസം എവിടെയും പോയപ്പോഴത്തേക്ക് അടപ്പായസം കുടിക്കുന്നുണ്ട്, അതാണ് വാങ്ങിച്ചത്. കടല അങ്ങനെ അവൻ കുടിക്കത്തില്ല. പിന്നെ അവിടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. മോനോട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സ്ലാവിൻ്റെ വണ്ടിയിൽ. അത് പോരാതെ തന്നെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഇത്തിരി പെടാപ്പാട് പെടുത്തിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പായസം വയ്ക്കണം. യഥാർത്ഥത്തിൽ മോനോട്ട് വരുന്നതിന് മുമ്പേ പായസം വയ്ക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കൊരു വ്ളോഗ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വൈഫൈ ഇല്ലായിരുന്നു. പിന്നെ കടയിൽ പോയി നോക്കി വൈഫൈ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വൈഫൈ ഇല്ല. അങ്ങനെ പിന്നെ നെട്ടോട്ടോ ആയിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ആ വീഡിയോ ഇടണമെന്ന് ഒരു ഭയങ്കര വാശിയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പായസം വയ്ക്കാൻ ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ മോനോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ജോലികളൊക്കെ തീർത്ത് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നടന്നിരുന്നില്ല. ഞാൻ പണ്ടും പായസം വയ്ക്കാൻ മിടിക്കുകയായിരുന്നു. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ഇളക്കി കൊടുത്ത് പായസം റെഡിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം വയ്ക്കാൻ. ഏറ്റവും കൂടുതൽ ഞാൻ പായസം വെച്ചിട്ടുള്ളത് കടലയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ കൊച്ചുനാൾ മുതലേ എനിക്കൊന്നും 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച
ആ ഒരു പ്രായം തൊട്ടേ ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യുമായിരുന്നു. അപ്പോൾ പായസമൊക്കെ വീട്ടിൽ ഞാൻ തന്നെയാണ് വെക്കുന്നത്. അമ്മ വയ്ക്കാൻ കൂടാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ പായസം വയ്ക്കാനും ചിക്കൻ വയ്ക്കാനും. വേറെ ഒരു കറിയും വലിയ താല്പര്യമില്ലെങ്കിലും പായസം ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ട് പായസവും വയ്ക്കും, ചിക്കനും വയ്ക്കും, ഈ പറയും പോലെ സാമ്പാർ, അവിയലെല്ലാം വയ്ക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞ് പറക്കി കൊടുക്കൽ. മെയിൻ ഹെഡ് അമ്മയാണ്. അപ്പം ഞാനൊന്ന് ഹെൽപ്പറായിട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ. അമ്മയില്ലാത്ത ദിവസങ്ങളിൽ ഫുള്ള് ഞാനായിരിക്കും. അതിനിടയ്ക്ക് ഗ്യാസ് വേണ്ടി വന്നു. ഗ്യാസ് തീരുമെന്ന് വിചാരിച്ചാൽ അമ്മ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മേടിച്ചുകൊണ്ട് വന്നു. മോനോട്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് പറക്കി തിന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് ഓടിയപ്പോഴാണെങ്കിൽ ആശ എൻ്റെ കൂടെ വരണം നമ്മളോട് കരച്ചിലായിരുന്നു. എന്നാൽ പിന്നെ ശരി കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ എടുക്കാൻ പോയതും ഈ ചെറുക്കൻ സ്ലിപ്പായി, കാല് മുറിഞ്ഞ് അവിടെ കിടന്ന് നെല്ല വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചോര കാണുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഭയങ്കര കരച്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്തരാണോ എന്തോ കൈയും കാലും ഒക്കെ മുറിഞ്ഞു വാരി. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേക്കണം. അണ്ടിപ്പരിപ്പ് വാങ്ങിക്കാൻ പോയി. അണ്ടിപ്പരിപ്പ് മാത്രമായിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെയാണ് കിട്ടിയത്. 1 2 3 4 തികച്ചില്ല. മറ്റേതിൽ 5 തികച്ചുണ്ട്. 1 4 പോലും തികച്ചില്ല, പകുതിയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് മോരുടെ കാല് മുറിഞ്ഞതാണ്. അങ്ങനെ ചോരയൊക്കെ വന്ന് അത് ഭയങ്കര വേദനയായിരുന്നു. അവൻ ഭയങ്കര കരച്ചിലുമായിരുന്നു. അവന് ഈ ചോര വരണമെന്നൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. വെള്ളം വയ്ക്കും. അരിയെടുപ്പത്തിട്ടിരുന്നെങ്കിൽ അരിയെടുപ്പുണ്ടല്ലോ. അങ്ങനെ ചൂടോടുകൂടി ആ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന്. മോനോട്ട് കരയുന്നത് കൊണ്ടാണ് ഞാൻ മൊബൈൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പായസം കൂടെ കുടിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് അക്കരെ കുടുംബ വീട്ടിലോട്ട് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ പായസമൊക്കെ കൊടുത്തു. അപ്പോൾ മാമി അവിടെ ഇല്ലായിരുന്നു, ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ശ്രുതി ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, മാമ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.